ഇത് മിനിസ്റ്റർ വരച്ചാണോ? പല അത് കൊള്ളാലോ. വിനീത് ശ്രീനിവാസൻ എന്താ പറഞ്ഞു? വിനീത് ശ്രീനിവാസൻ പറഞ്ഞ നല്ല ഫോട്ടോ. അയാളുടെ അച്ഛന്റെ ഫോട്ടോ വരച്ചതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ. ആരെയത് നിനക്ക് പറഞ്ഞു തന്നെ? അപ്പൊ നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്നത് ശരത്ത്. ഞങ്ങളുടെ തേമ്പക്കാട്ട് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ മകൾ രമ്യയുടെ മകനാണ് ശരത്ത്. ശരത്തിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനാണ്. ശരത്ത് വളരെ നല്ലൊരു പടം വരപ്പുകാരനാണ്. കഴിഞ്ഞൊരു ദിവസം KB ഗണേഷ് കുമാർ ഇദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഗണേഷ് കുമാറിന്റെ പടവും ഒക്കെ വരച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹം ഇവനെ പ്രശംസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഞാനും മനസ്സിൽ വിചാരിച്ച് കാണണമെന്ന് ഞാനും ആഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ കാണാൻ തീരുമാനിച്ചു വെച്ചിരുന്ന ഞാൻ യാദർശികമായിട്ട് ഇദ്ദേഹത്തെ കാണാം. അതൊരു ലോ ഓഫ് അട്രാക്ഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഞാനും ലിനിയും കൂടെ കൊട്ടാരക്കരയിലെ KSFE പ്രോഗ്രാം KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തൊരു പ്രോഗ്രാം, അത് റെയിൽവേ സ്റ്റേഷനിൽ ആ ജംഗ്ഷനിൽ വെച്ച് നടക്കുക. വിനീത് ശ്രീനിവാസന്റെ ആരാധകനായവൻ അദ്ദേഹത്തിന്റെ ഒരു പടമൊക്കെ വരച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുക. ഞാനപ്പോ എന്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അന്നേരം ഇവൻ അവിടെ വന്നു, ചേട്ടാ എനിക്ക് വിനീത് ശ്രീനിവാസനെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞ എന്താ, ഒരു പ്രശ്നമില്ല. അപ്പോ ഞാൻ എന്നാ യവൻ അവിടെ നിൽക്കുന്ന കാര്യം മറന്നുപോയി. യവനെ പിന്നെ ഞാൻ വീഡിയോയിലൂടെ കണ്ടത്. ഇദ്ദേഹം വിനീത് ശ്രീനിവാസനെ കാണുന്നു, KN ബാലഗോപാൽ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കണ്ടു വളരെ സന്തോഷം തോന്നി. പക്ഷെ അന്നേരം ആ ഒരു ഇൻസിഡന്റ് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് ഇവൻ രാത്രി വീട്ടിൽ പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. 7:30 ആയപ്പോ എന്നോട് പറയാ, ചേട്ടാ പോകുമ്പോ എന്നെ കൂടെ വിളിക്കണേ. അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് ഇതിനിടയ്ക്ക് വെച്ച് ഇവനോട് പറയാതെ ഇനി പോരുകയും ചെയ്തു. ഇവന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനോട് ശരത്ത് ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ ശരത്തോടെ വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു. അവനൊരു വരുമ്പോ അവനോടൊന്ന് വിളിച്ച് അവനെ കൂടെ കൊണ്ടുവരണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞാനും ലിനിയും കൂടി വീട്ടിൽ പോയിരുന്നു. ഇവ ഒരു 10 മണിയായപ്പോ എന്നെ വിളിക്കുക, ചേട്ടാ എവിടാന്ന്. അന്നേരം ഞാൻ അവനെ ഓർക്കുന്നത്. ഉടനെ ഓടി കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിയപ്പോൾ കാണാം ഇവൻ അവിടെ പോയി നമ്മുടെ വിനീത് ശ്രീനിവാസനെ ഫോട്ടോയൊക്കെ കൊടുത്ത് വലിയ സ്റ്റാർ ആയിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. പിന്നെ രാത്രി ഞാൻ വിളിച്ച് അവനെ കൊണ്ടുവന്ന് അവന്റെ സൈക്കിളും ഉണ്ടായിരുന്നു, അവനെ വീട്ടിലാക്കി. അവൻ അന്നേരം രാത്രി എന്നെ വിളിച്ച് ഞാനങ്ങ് വീട്ടിൽ ചെന്ന് ചേർന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ അവിടെ ആക്കിയിട്ട് ഞാനിനി പോരുന്നു. പക്ഷെ ഞാൻ അവനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അവനെ ഇങ്ങനെ മീഡിയകളിലൂടെ കാണും. അപ്പൊ ഒരു കാര്യം എനിക്ക് വ്യക്തമാക്കിയിരുന്നു, യവനെ കണ്ട് യവന്റെ ചിത്രരചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം. അതോടൊപ്പം തന്നെ എന്റെ പടം ഒന്ന് വരയ്ക്കണം. വരച്ചു തരുമോ? അപ്പൊ ഞാൻ എന്റെ പടം കൂടെ വരച്ചു തരാന്ന് പറഞ്ഞു. അപ്പൊ ഇതിലെ എന്നും ഇതിലെയാണ് SKV സ്കൂളിൽ പോകുന്നത്. SKV സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശരത്ത്, നമ്മുടെ നാട്ടുകാരനെ, അവനെ പ്രോത്സാഹിപ്പിച്ചിട്ട് പിന്നെ ഞാൻ ആരെയാ പ്രോത്സാഹിപ്പിക്കണ്ടേ? ശരത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുകയും വേണം. ശരത്തിനെ ഒരു അഭിനന്ദന വാക്ക് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ശരത്ത്, നീ എത്രാം ക്ലാസ് തൊട്ടാ പടം വരച്ചു തുടങ്ങി? നീ പറഞ്ഞോ, നീ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നോക്കി പറഞ്ഞു. കൊച്ചിലെ തൊട്ട് വരയ്ക്കും. നീ വരയ്ക്കാനുള്ള പ്രേരണ എന്തുവാ? പ്രേരണ അങ്ങനെയൊന്നുമില്ല. വരച്ച പടങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഓരോന്ന്. എവിടെ പോയി പഠിച്ചതാണോ ഇത്? ഇല്ല, പഠിച്ചിട്ടുണ്ട്, അല്ലാതെ വരയ്ക്കും. എവിടുന്ന് പഠിച്ചത്? ഇത് കലാകേന്ദ്രം, കൊട്ടാരക്കര കലാകേന്ദ്രം. ആരാ പഠിപ്പിക്കുന്ന അവിടെ? റെജി എന്ന് പറയുന്ന ഒരു സാറുണ്ട്. റെജി സാറോ? പിന്നെ സ്കൂളിലെ ഡ്രോയിങ് സാർ. SKV സ്കൂളിലെയോ? SKV സ്കൂളിലൊക്കെ പണ്ട് ഞങ്ങളെ ഡ്രോയിങ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര വിറ്റായിരുന്നു. അന്ന് തയ്യൽ ക്ലാസ്സും ഡ്രോയിങ് ക്ലാസ്സും പാട്ട് ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ലാലസൻ സാറാ ഞങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നത്. എന്തോ ഞാൻ SKV സ്കൂളിൽ പഠിച്ച ഓടി വിളയാടു പാപ്പ എന്ന് പറയുന്നൊരു പാട്ടൊക്കെ ആയിരുന്നു അന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുപോലെ തയ്യൽ പഠിപ്പിക്കുന്ന ഈ പാട്ട് പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഈ ഡ്രോയിങ് സാർ ആരായിരുന്നു? അതിന് ശേഷം വന്ന പ്രദീപ് സാറിനെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഡ്രോയിങ് എന്നായിരുന്നു എനിക്ക് എന്റെ ഓർമ്മ വരുന്നത്. ഞാനൊക്കെ പഠിച്ചത് 93-ന് മുമ്പാണ്. പിന്നെ ആയിരിക്കും ഡ്രോയിങ് ഒക്കെ വളരെ സജീവമായിട്ട് വരാൻ തുടങ്ങിയെന്ന് എനിക്ക് ചിന്തിക്കുന്നു. എന്തായാലും ശരി, നമ്മുടെ ജഗതി ശ്രീകുമാറിനെയൊക്കെ വരച്ചേക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ നേഹ? നല്ല അടിപൊളി പടങ്ങൾ അദ്ദേഹം വരച്ചേക്കുന്നത്. ഇത് ഒരു വാഴക്കൊല കൊലച്ച് നിൽക്കുന്ന ഒരു പടം. ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. ഇനിയും ബുക്കുകളുണ്ട്. കണ്ടോ? ഈ ശ്രീനിവാസനും മോനോട് ഒരു പ്രത്യേക സ്നേഹം നിനക്കുണ്ടോ? ആരെയാ ഇഷ്ടപ്പെട്ട നടൻ? മോഹൻലാലും ശ്രീനിവാസനും. അത് കൊള്ളാലോടാ. ഈ വന്ന കാലഘട്ടത്തിൽ ആരുമില്ല. ഇത് ശിവലിംഗമാണ് അവൻ വരച്ചു വെച്ചേക്കുന്നത്. ഇത് അവന്റെ വീടിന്റെ സ്ഥലമാണോ ഇത്? ഓക്കെ, വെരി ഗുഡ്. ഇതൊരു മാനും ഇതുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇവന്റെ പടമൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഭാരത്, അതായത് നമ്മുടെ ദേശീയതയെ വിളിച്ചോതുന്ന തരത്തിൽ നമ്മുടെ കൊടിയൊക്കെ നല്ലോണം വരച്ചു വെച്ചേക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം, ഉയർന്ന ജോലിക്കും എന്താ എഴുതിയേക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസത്തിനും ഉയർന്ന ജോലിക്കുമാവണം മോന്റെ ലക്ഷ്യങ്ങൾ. ആരാ എഴുതിയേക്കുന്നത്? ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. ഓക്കെ, വെരി ഗുഡ്. നൗഷാദ് സാർ അല്ലേ?
വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ നീ എന്തായാലും ഈ പടങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കുന്നതിനകത്ത് ഇതിപ്പോ ഇവിടെ കൊണ്ടുവന്നതിലും എനിക്ക് വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇതിനതാ ഇനി പറ, നിന്റെ ലക്ഷ്യമൊക്കെ എന്തുവാ? നല്ല വരപ്പുകാരനാവണമെന്നാണോ? അത് ശരി, ഡ്രോയിങ് സാറാവണം. വെരി ഗുഡ്. എന്റെ സ്കൂളിലെ സാറിനെ പോലെ. സ്കൂളിലെ സാറിനെ പോലെ? സ്കൂളിലെ സാർ ആരാന്ന് പറഞ്ഞു? ധൻരാജ് സാറ്. ധൻരാജ് സാറേ, നിങ്ങൾക്ക് വലിയൊരു അംഗീകാരമാണല്ലോ നിങ്ങളുടെ സ്റ്റുഡന്റ് പറയുന്നത്. എന്റെ സാറിനെ പോലെ ആണോ എന്ന് പറയുന്ന ഒരുത്തിനെ ആദ്യമായിട്ട് കാണുക. വെരി ഗുഡ്. ഇതിവിടെ ഇരിക്കട്ടെ. നിനക്ക് കഴിക്കണം എടുത്ത് കേട്ടോ. നിനക്ക് വെച്ചാ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തതാ, തണുപ്പ് കൂടിയ ഇതായോണ്ട്. ധൻരാജ് സാർ, സാറിന്റെ വീട് എവിടെയാ? ചെറുപ്പക്കാരനാണോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോഴത്തുള്ള സാറുമാരെ ഒന്നും എനിക്ക് അറിയത്തില്ല. ഞങ്ങളെ തുളസി സാറ്, ഞങ്ങളുടെ സാറുമാരൊക്കെ എന്ന് പറഞ്ഞാൽ 10-30 വർഷം മുമ്പ്, 32 വർഷമായിരുന്നിട്ട്. മനസ്സിലായി? നിന്റെ പടം വരപ്പില് നിന്നെ അഭിനന്ദിക്കുക. ഇതാരാ ഇത്? അനുഷ്ക. അനുഷ്ക. അതുള്ള അനുഷ്ക വരച്ചിരിക്കുന്നുണ്ട്. നല്ലോണം അടിപൊളി. നീ പെയിന്റും ചെയ്യും അല്ലേ? ഗ്രാമം, നിന്റെ ഗ്രാമം. ഓക്കെ, വെരി ഗുഡ്. കണ്ടോ, ഇതാരാ? കുഞ്ചാക്കോ ബോബൻ. വെരി ഗുഡ് വെരി ഗുഡ്. അത് നന്നായി വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ പെൻസിൽ ഡ്രോയിങ് ആണോ ഇത്? അയ്യപ്പൻ. അയ്യപ്പനോടാണോ ഇഷ്ടം? ദൈവങ്ങളെ അയ്യപ്പനെയാണോ ഇഷ്ടം? ഓക്കെ, വെരി ഗുഡ്. അയ്യപ്പനെ നല്ലോണം വരച്ചു. ഇത് കഥകളി അല്ലേ? കൊട്ടാരക്കര എന്ന് പറയുന്നത് കഥകളിയുടെ ഈറ്റില്ലമാണ്. അറിയാമോ? കൊട്ടാരക്കര തമ്പുരാനെയൊക്കെ അറിയാമോ? ഗണപതി അമ്പലവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ കഥകളിക്ക് വളരെയേറെ പ്രാധാന്യമുള്ള, കഥകളിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ മരിച്ചുപോയി. അതോടൊപ്പം തന്നെ ഇപ്പോഴും കൊട്ടാഴി സൈഡിലൊക്കെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട കുറെ പേരുണ്ട്. കൊട്ടാരക്കര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. കൊട്ടാരക്കരയുടെ ചരിത്രം പോലും കഥകളിയുമായി ബന്ധപ്പെട്ട കഥകളിയുടെ നാടായ കൊട്ടാരക്കര. ഞങ്ങളൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ പണ്ട് ചെയ്യുന്ന സമയം തത്തമ്മ, നല്ല അടിപൊളി ഒരു തത്തമ്മയൊക്കെ വരച്ചിട്ടുണ്ട്. ഈ കളർ കോമ്പിനേഷൻ ഒക്കെ സാറാണോ പഠിപ്പിക്കുന്നത്? വെരി ഗുഡ്. ഇതാരാ? ചുമ്മാ ഒരു വരച്ച. വെരി ഗുഡ് വെരി ഗുഡ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയെ പറ്റി വരച്ചേക്കുന്നു. മനസ്സിലായോ? എന്റെ കുഞ്ഞുങ്ങൾ നല്ല വരയ്ക്കാൻ ആഗ്രഹമുള്ളവരെ നീ അവരെയും കൂടെ ഒക്കെ വരയ്ക്കുന്ന ട്രിക്കൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. കയ്യക്ഷരം, നല്ല കയ്യക്ഷരം വരുന്നതിന് ഇത് നല്ലതാണ്. ഇത് സുരേഷ് ഗോപി. നിന്റെ ഇഷ്ട നടൻ ആരാന്ന് പറഞ്ഞ? മോഹൻലാൽ. മോഹൻലാലിനെ വരച്ചിട്ടില്ലേ? ഇതിനകത്തുണ്ടോ? ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മോഹൻലാലിനെ ആരെയും കാണിക്കത്തില്ല. ഇതാരെയാ വരച്ചേക്കുന്നേ? അത് മോശ. ഇത് കൊട്ടാരക്കര ഗണപതി. മനസ്സിലായോ? ഗണപതിയെ നല്ലോണം വരച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പടം അമ്പലത്തിൽ വരച്ചേക്ക് കൊടുക്കണം, ഗണപതി അമ്പലത്തിൽ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പം വളരെ മനോഹരമായ നിന്റെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട പടം. ഇത് കൊള്ളാം, ഇത് കൊള്ളാം. ഇതൊക്കെ ഇവന് കല്യാണം നടക്കില്ല, ചൊവ്വാദോഷമുണ്ട്, ഇതൊരിക്കലും നടക്കില്ല. അതെ, ശരിയാണ്, ഇത് നടക്കില്ല. ഇവരുള്ളത് എന്തു പറയാം? മനുഷ്യൻ ഇപ്പൊ ചൊവ്വയിലും എത്തി, ഇനി ഞാൻ ചൊവ്വയിലാണ്. അപ്പം വലിയൊരു സന്ദേശമാണ് അവൻ വരച്ചു വെച്ചേക്കുന്നത്. മനുഷ്യരെല്ലാരും പറയുന്നു കല്യാണം നടക്കത്തതിന് കാരണം ചൊവ്വാദോഷമാണെന്ന്. എന്നാലും ഇവൻ പറയുന്ന എന്താ? ഇവൻ ഇതിലൂടെ പറയുന്നത് ഇന്ന് മനുഷ്യൻ ചൊവ്വയിലെത്തി, എന്നിട്ടും ചൊവ്വാദോഷത്തെ പറ്റി ചിന്തിക്കുന്ന മനുഷ്യർ. വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. നല്ല ആശയമാണ്, എവിടുന്നോ പറ്റിയതാണ്. അതുകൊണ്ട് ഒരു പശുവും കുട്ടിയും. ഓക്കെ, താങ്ക് യു. ഞാൻ ഇതെല്ലാം ഒന്നും കാണിച്ചുകൊണ്ടിരുന്ന അവർക്ക് ബോറായി മാറും. നീ നല്ല രീതിയിൽ ഇതെല്ലാം വരച്ചിട്ടുണ്ട്, വളരെ എന്നാ വെച്ചോ. താങ്ക് യു. അപ്പൊ നീ ഇതെങ്ങനെയാ വരയ്ക്കുന്നതെന്ന് പറ. ഞാൻ പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിങ്. ഇതൊക്കെ ഇതിനൊക്കെ മേടിക്കാനൊക്കെ പൈസയൊക്കെ ഉണ്ടോ നിനക്ക്? വർക്ക് ചെയ്യാറുണ്ട്. എന്താ ജോലിക്ക് പോകും? വർക്ക് ചെയ്യും. മാർക്കെങ്കിലും ഒക്കെ വരച്ചു കൊടുക്കും? അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ വരയ്ക്കാൻ അറിയാമോ? ഇല്ല, അതൊന്നും ചെയ്തിട്ടില്ല. അത് പഠിക്കണം. കാലഘട്ടത്തിനനുസരിച്ച്, ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ മാറണം. കാലത്തിനനുസൃതമായ ഒരു മാറ്റം ഉണ്ടാവണം. മനസ്സിലായോ? കുഞ്ഞിനെന്ന് കാണിച്ച പോലെ ആകാംക്ഷയോടാ കുഞ്ഞിരിക്കുന്നത്. ഇതുപോലൊക്കെ ഒരു കലാകാരനെ കാണാൻ വന്നിരിക്കുക. മനസ്സിലായോ? കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി അവരൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ഇത് എടുത്ത് കഴിക്കണം കേട്ടോ. നീ ഇപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഇതൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ സംസാരിക്കാനുള്ള കഴിവ് കൂടുതലായതുകൊണ്ടാണ്. നീ ഇതിപ്പോ കഴിച്ചുകൊണ്ടിരുന്ന നീ പിന്നെ ഒന്നും പറയാതായി പോകും. അപ്പോ നമ്മളീ പറഞ്ഞ ഈ നിന്റെ ഈ വരപ്പിന് നിന്നെ കൂടുതൽ സഹായിച്ച SK സ്കൂളിലെ അധ്യാപനം തന്നെയാണോ? അതോ നല്ലോണം വരയ്ക്കും അദ്ദേഹം? ഒരു ചിത്രവര രചനയുടെ ഒരു അധ്യാപകനായി മാറാനാണ് ആഗ്രഹം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ പെൻസിൽ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്നതോടൊപ്പം തന്നെ ഇപ്പൊ ഈ ടെക്നോളജിയും കൂടെ പഠിക്കണം. കാരണം അതിനുള്ള വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളത്, ഈ വരകളിലൂടെ വളരെ ഇന്നോവേറ്റീവായ വരകളൊക്കെ പഠിക്കാൻ
ഇതൊക്കെ ചിലപ്പോൾ സഹായിക്കും. എനിക്ക് അതിനെപ്പറ്റി അത്ര വലിയതായിട്ട് അറിയത്തില്ല. പക്ഷെ കൈകൊണ്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും വലുത്. പക്ഷെ അത് മെഷീന്റെ സഹായത്തോടെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കണം. കാരണം നീ ഒരു പ്രശസ്തനായ വരപ്പുകാരനായി മാറണം. ഏറ്റവും വലിയ വരപ്പുകാരനാരാ ഇന്ത്യയിലെ? രാജാരവിവർമ്മ. രാജാ രവിവർമ്മ. അദ്ദേഹത്തിന്റെ വരകൾ എന്ന് പറയുന്ന ജീവനുള്ളതുപോലെ തോന്നും. മനസ്സിലായോ? അപ്പം നമ്മൾ അതിനകത്ത് എന്താണ് ഇപ്പൊ വരയ്ക്കുന്ന നല്ല വരപ്പാ വരച്ചേക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ഇന്നോവേഷൻ വേണം. അതിനകത്ത് ജീവൻ കിട്ടണം. വരപ്പിനകത്ത് ജീവൻ വേണം. നീ 9ാം ക്ലാസ്സിലായതേ ഉള്ളൂ. നിനക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും. ഇന്റർനെറ്റ് ഉണ്ടോ? മൊബൈലില് എടുത്തിട്ട് സെർച്ച് ചെയ്യണം. മനസ്സിലായോ? ഈ വക കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ നിന്നെ ആശംസിക്കുക. പിന്നെ ഒരു ഇവിടെ കോമ്പറ്റീഷൻ ഒക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. ഈ ഗണേഷ് കുമാറിനെ കാണാൻ പോകാൻ കാരണം എന്തോ? ഗണേഷ് കുമാറിനെ കാണാൻ പോവാൻ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നീ അഭിനയിക്കുവോ? ഇല്ല. വെരി ഗുഡ്. ഗണേശ് അവിടെ ചെന്നപ്പോ എന്താ പറഞ്ഞു? MLA എന്ത് പറഞ്ഞു? നല്ല പടം, ജീവൻ തുളുമ്പുന്ന കണ്ണുകൾ. ജീവൻ തുളുമ്പുന്ന കണ്ണുകൾ. കൊള്ളാം. കണ്ണുകളെ കുറിച്ചൊക്കെ. മറ്റേ വേറെ ആരെ കണ്ടിട്ടുണ്ട്? വേറെ ജയറാവേട്ടനും ഫോട്ടോ വരച്ചെടുത്തു കഴിഞ്ഞ വർഷം. എങ്ങനെ ഇവിടൊക്കെ ചെന്ന് പറ്റുന്നേ? ഇവിടെ ഞാൻ കണ്ടായിരുന്നു. നീ ഏറ്റവും ഫ്രണ്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് പൊക്കി കാണിക്കുക. വീഡിയോ മൊത്തം അവിടെ നിൽക്കും. എന്നിട്ട് ഏറ്റവും അവസാനം വിനീത് ഇങ്ങനെ നോക്കിക്കൊണ്ടെന്നിട്ട് നിന്നെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് അല്ലേ? അദ്ദേഹം തന്നെയാണോ വിളിച്ചേ? അപ്പൊ മിനിസ്റ്റർ കയറി വന്നാ? മിനിസ്റ്റർ എന്താ പറഞ്ഞു? മിനിസ്റ്ററുടെ ഫോട്ടോ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടോ? മിനിസ്റ്റർ എന്താ പറഞ്ഞു അന്നേരം? സാർ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു. അദ്ദേഹം നല്ലോണം സഹായിക്കുന്ന ഒരു മനുഷ്യനാട്ടോ. അദ്ദേഹത്തോടൊക്കെ ചേർന്ന് നിൽക്കണം. ഞങ്ങളെക്കാൾ കൂടുതൽ സഹായിക്കാൻ അദ്ദേഹത്തിന് പറ്റും. എന്റെ സഹായം എന്തോ വേണ്ടെന്ന് വെച്ചാൽ നീ എന്നോട് പറയാ. എനിക്ക് പ്രത്യേകിച്ച് ഈ വരയ്ക്കുന്നതിനകത്ത് എന്തോ പറയണം. നിനക്ക് വല്ല പെൻസിലോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മേടിച്ചു തരണമെങ്കിലോ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. പക്ഷെ മിനിസ്റ്റർക്കൊക്കെ എന്താ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഉന്നതമായ ഒരു തലത്തിൽ നിന്നെ ഷോ ചെയ്യാൻ പറ്റും. ഇന്നല്ല, നാളുകളിൽ. മനസ്സിലായോ? പിന്നെ വേറെ ആരെയും കണ്ടു? അന്നേരം ഇദ്ദേഹത്തെ എന്തോ പറഞ്ഞു? വിനീത് ശ്രീനിവാസൻ എന്താ പറഞ്ഞു? വിനീത് ശ്രീനിവാസൻ പറഞ്ഞ നല്ല ഫോട്ടോ. അയാളുടെ അച്ഛന്റെ ഫോട്ടോ വരച്ചതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോ. ആരെയും നിനക്ക് പറഞ്ഞു തന്നെ? അപ്പന്റെ ഫോട്ടോയും കൂടെ വരച്ചോണ്ടിരുന്നു. ഞാനും ഇങ്ങനെ അവൻ ഭയങ്കര തലേനാന്നുള്ള സ്വന്തം പടം അല്ല. വിനീത് ശ്രീനിവാസന്റെ പടം വരച്ചപ്പോ അതിപ്പോ ഇഷ്ടം പോലെ ആൾക്കാർ അവന് വരച്ചു കൊടുക്കും. അവന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ ആദ്യം കിട്ടുന്ന വരച്ച ഒരു ഫോട്ടോ ആയിരിക്കും അത്. മനസ്സിലായോ? അവിടെ നിന്ന് പറഞ്ഞാൽ നീ സെല്ല് ചെയ്ത് എന്താണ്? നിനക്ക് ആ അടവ് നിന്റെ ആണോ അതോ വേറെ ആരെങ്കിലും പറഞ്ഞു തന്നെ? നിന്റെ സ്വന്തം അടവാ. സൂപ്പർ അടവാ. അത് കാണുമ്പോ അവൻ എന്ത് ചെയ്യും? നീ മറ്റേത് ഇങ്ങനെ പൊക്കിക്കൊണ്ട് എന്നിട്ട് വിജയിച്ച് കാണത്തില്ല. ഉടനെ അപ്പന്റെ അടുത്ത് കാണിച്ചു കാണും. അപ്പന്റെ അടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് അവൻ ആ സ്നേഹം എല്ലാം കൂടെ തുളുപ്പി പാട്ടും നിർത്തി. ഇവന്റെ എന്ന് പറഞ്ഞ അപ്പന്റെ ഫോട്ടോ കൊണ്ടുടനെ അവൻ സ്ട്രക്കായി. അവൻ ഉടനെ ഇവനെ സ്റ്റേജിലോട്ട് വിളിക്കുക. പിന്നെ ബാലഗോപാൽ സാർ ഏതാണ്ടൊക്കെ പറയുന്നത് ഞാൻ കേട്ടല്ലോ. മിനിസ്റ്റർ പറയുന്ന വീഡിയോ ഞാൻ കേട്ടു. മിനിസ്റ്റർ നിന്നെ നല്ലോണം പറഞ്ഞു കൊട്ടാരക്കരയിൽ ഇതാണ് കൊട്ടാരക്കര എന്നും പറഞ്ഞുകൊണ്ടാ കൊടുത്തത് സമ്മാനം അല്ലേ? അങ്ങനെ കണ്ടല്ലേ പറഞ്ഞു? എന്നിട്ട് ഞാൻ പിന്നെ മിനിസ്റ്ററെ കണ്ടപ്പോ പറഞ്ഞിട്ട് അവന് മിനിസ്റ്റർ വലിയ വിളംബരക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? മിനിസ്റ്ററുടെ ഫോട്ടോ അല്ല, മിനിസ്റ്റർ വരച്ച ഫോട്ടോ ഉണ്ടോ? ഫോട്ടോഗ്രാഫർ മിനിസ്റ്റർ ഇതിനകത്ത് വരച്ചോ? അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്ത് പറഞ്ഞാന്നറിയാവോ? ഞാൻ തന്നെ വിചാരിച്ചു തമാശയായിരിക്കും. ആഹാ, ഇത് മിനിസ്റ്റർ വരച്ചാണോ? ബാലോപാല? അത് കൊള്ളാലോ. അദ്ദേഹം എന്നോട് ബാലോപാല എന്നോട് പറയാന്നെങ്കിലേ ഞാൻ വിചാരിച്ച് കളിയാക്കിയതായിരിക്കും. എന്നോട് ബാലഗോപാൽ പറഞ്ഞു അവനെ ഇനി വിളിച്ചോണ്ട് അവന്റെ പടം ഞാൻ വരച്ചു കൊടുക്കാന്ന്. അങ്ങനെയാണോ ആക്കിയതാന്ന്? ഞാൻ ചിന്തിച്ചില്ല. ഇതുണ്ടോ ബാലഗോപാൽ വരച്ചത്? ഒന്ന് കാണിച്ചു കൊടുത്തേ. എത്ര പെട്ടെന്ന് വരച്ചോ? അന്നേരം തന്നെ വരച്ചോ? ശരത്തിന്റെ ചിത്രരചന വളരെ നന്നായിട്ടുണ്ട്. എന്റെ പടം വരച്ചതിന് ഒത്തിരി സന്തോഷം. KN ബാലഗോപാൽ. 21/2/2026. ബാലഗോപാൽ സാറിന്റെ പടം നീ വരച്ച ഇതിനകത്തുണ്ടോ? ഇനി ഞാൻ കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിനും എന്റെ വലിയ ഹൃദയത്തിൽ ചാലിച്ച നന്ദി പറയുക കേട്ടോ. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ പോകരുത്, നമ്മുടെ പാർട്ടിയൊന്നും കളഞ്ഞാളായിരുന്നു. അപ്പം ബാലഗോപാൽ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താ അത് അങ്ങനെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? അവനെ വിളിച്ചോണ്ട് ഞാൻ നല്ല പടം അവന്റെ വരച്ചു കൊടുക്കാന്ന്. ഞാൻ വരച്ചത് എങ്ങനെ? എന്നേരം ഇദ്ദേഹം നല്ലൊരു വരപ്പുകാരനാണെന്ന് നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ കൺഫ്യൂഷൻ തീർന്നത്. മനസ്സിലായോ? അപ്പൊ അദ്ദേഹവും നല്ല അപ്പം ചിത്രരചനയ്ക്ക് കണ്ടോ അദ്ദേഹത്തിന്റെ കയ്യക്ഷരം കണ്ടോ? എന്ത് നല്ല കയ്യക്ഷരമാണെന്നുണ്ടോ? വരയ്ക്കുന്നവന്റെ മനസ്സും ആത്മാവും ശരീരവും ഒരുമിച്ച് സ്പന്ദിക്കും.
ചിത്രരചനയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ടാണ് ഈ ഒരു വാക്ക് പറയുന്നത്. ചിത്രരചനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനത്തിലേക്ക് എത്തിക്കും. ശരിയാണോ? നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സും ആത്മാവും ശരീരവും എല്ലാം ഒരിടത്തായിരിക്കത്തില്ലേ? സംശയമുണ്ടോ? ഇതേപോലെയാകുന്ന ഇതൊരു കലയാണ്, സ്വർഗീയമായ കലയാണ്, സർഗാത്മകത വിളിച്ചോതുന്ന ഒരു കലയാണ്. മനസ്സിലാവുന്നു? അന്നേരം നമുക്ക് നല്ല സൈലൻസ് കിട്ടും, നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റും. നമ്മൾ ഒരാളെ കാണുമ്പം അയാളുടെ ഫേസും അയാളുടെ രൂപവും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഒരു ചിത്രകാരന് അത് ഒപ്പിയെടുക്കാൻ പറ്റത്തില്ലേ? അപ്പം ചിത്രകലയുടെ മാക്സിമം ലെവലിലേക്ക് നിനക്ക് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ബാലോത്സവമായിട്ടൊക്കെ അടുത്ത ബന്ധങ്ങൾ വെക്കുക. കാരണം എന്താന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കഴിവുള്ളവരെ ചിലപ്പം പ്രോത്സാഹിപ്പിക്കും. നീ അതുകൊണ്ട് ടീച്ചർ ആവാനുള്ള ആഗ്രഹമൊക്കെ എന്നോട് പറയുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തോടൊക്കെ പറഞ്ഞോണം. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളെയൊക്കെ നീ നല്ല നല്ല ടാക്ടിക്സ് ആയിട്ട് അത് ഡീൽ ചെയ്ത്, അതാ മോന്റെ പടം കാണിച്ച് അവൻ മൈൻഡ് ചെയ്യാതിരുന്നു. നീ ഒത്തിരി വട്ടം ഇങ്ങനെ പൊക്കി കാണിക്കുന്ന ഞാൻ കണ്ടു, അവൻ മൈൻഡ് ചെയ്തില്ല. ആണോ? കണ്ടായിരുന്നു. കാണിച്ചോ? അപ്പന്നെ കാണിച്ചപ്പോഴത്തേ ചാടി വീണാണ്. അതെ, നന്നായി നീ അത് ചെയ്തത്. കാരണം അത് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു അംഗീകാരം കൊട്ടാരക്കരയിൽ നിന്ന് നീയായിട്ട് കൊടുത്തു. അപ്പൊ ഇനി എന്തോ ജീവിതത്തിൽ എന്റെ ഒരു പടം വരച്ചു തരും. ഞാൻ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടിരിക്കുന്നു. നാളുകളിലൊക്കെ നിന്റെ നന്മയെ തേടി ആൾക്കാർ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരിക്കലും ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇപ്പൊ സഞ്ജു സാംസൺ, അതോടൊപ്പം തന്നെ ജയശ്രീജ അല്ലെ, ഇവർ IFS അല്ല IAS. ഇവർ രണ്ടുപേരും ദേ ആർ ഫ്രം തിരുവനന്തപുരത്തിന്റെ അങ്ങേ എൻഡിൽ നിന്നാണ്, വിഴിഞ്ഞം സൈഡിൽ നിന്നാണ് ഇവരൊക്കെ വരുന്നത് രണ്ടുപേരും. അപ്പൊ ഈ വിഴിഞ്ഞത്തുനിന്ന് വരുന്ന സഞ്ജു സാംസണെയൊക്കെ ആ ദേശത്തെ ആൾക്കാർ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. എന്താ കാര്യം? ഒരു ചെറിയ ഗ്രാമത്തെ ലോകത്തിന്റെ ആക്കി മാറ്റി. അതുപോലെ തൃക്കണമംഗ ആ കാഞ്ഞിരമ്പുഴ ഏറിയ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാക്കി മാറ്റാൻ, മനസ്സിലായോ? നിന്നെ കൊണ്ട് കഴിയുമോ? അപ്പൊ നിന്റെ നാട് കാഞ്ഞിരമ്പുഴ കേരളം മൊത്തം അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ജയിച്ചാൽ മതി. അപ്പം കേരളത്തെ വിസിബിൾ ആക്കാൻ, അതെ കാഞ്ഞിരമ്പുഴ അല്ലേ, അങ്ങനെയല്ലേ വിളിക്കുന്നത് നമ്മൾ? കാഞ്ഞിരക്കാട്ട് എന്ന് പറയുന്ന ആ കനാൽ ഏറിയ കേരളം മൊത്തം അറിയാൻ, അന്നേരം കാഞ്ഞിരക്കാട്ടിനെ വിസിബിൾ ആക്കാൻ പറ്റുന്ന ഒരാളാണ് നീ. സോ പ്രാക്ടീസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. നല്ല നിത്യാഭ്യാസം ഞാനേ എടുത്തിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ പറഞ്ഞു തരാനോ അറിയത്തില്ല. ഞാൻ പിന്നെ ഒരു തമാശ രൂപേണ നിന്റെ കഴിവുകളെ അംഗീകരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നല്ല പെൻസിലുകളൊക്കെ വാങ്ങിച്ചു അതിനെ മാക്സിമം ലെവലിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പഠിക്കണം. ഇതിന്റെ ഈ പൊടി എന്താ പറയുന്നത്, ഈ പെൻസിലിന്റെ അത് വെച്ച് ചാർക്കോൾ അത് മിക്സ് ചെയ്യുന്നത് വലിയൊരു സംഭവം അല്ലേ? അതുപോലെ തന്നെ എന്റെ പടം ഇപ്പൊ വരച്ചാലും ഇങ്ങനെ എടുത്തു വെച്ചാൽ എന്റെ പടം അതിൽ അതിനൊരു ഷെയ്ഡിങ് ഉണ്ട്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ കാത്തിനെ അറിയാം. ഇവരൊരിക്കൽ ഉണ്ട് എന്നറിയാവോ, എന്റെ ഒരു പടം വരച്ചു തന്നിട്ടുണ്ട്. അവന്മാർക്കൊരു ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പണ്ട്. പക്ഷെ ആ ഷെയ്ഡ് ചെയ്തപ്പോഴാണ് ഞാനായി വരുന്നത്. ആണോ? അതെന്താ അതിന്റെ റീസൺ? അത് നമ്മൾ എത്രത്തോളം വരച്ചാലും ആ ഷെയ്ഡിങ് പടത്തിൽ എപ്രകാരം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെയ്യണം. പടത്തിനകത്ത് ഹൈലൈറ്റ് അതേപോലെ ഇട്ട് അതിനകത്തായി ഈ കഥ ഇരിക്കുന്നത്. നമ്മുടെ ഫേസ് ഞാൻ ഇങ്ങനെ ഇരുന്ന് വരച്ചിട്ട് ആവത്തില്ല. പക്ഷെ ഞാൻ വരച്ച ഒരു പടത്തിനകത്ത് ഇവിടെ ദിലീപ് നല്ലോണം പടം വരയ്ക്കുന്ന ഒരാളാണ്. അറിയാമോ? അറിയത്തില്ല അല്ലെ? എന്റെ കൂടെ പഠിച്ചതാ. പക്ഷെ അവ ഇപ്പൊ വരയ്ക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര നല്ല രീതിയിലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരാളുണ്ട്, അവരുടെ മോളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ കണ്ടുള്ള ഒരു സാറാ, ഞാൻ മറന്നുപോയി, ഞാൻ ഓർക്കുന്നില്ല. അത് രൂപയുടെ ഒക്കെ മോളെ പഠിപ്പിച്ചിരുന്നത് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹം ഒരു താടിയൊക്കെ ഉള്ളൊരു ജയചന്ദ്രൻ സാർ, അറിയാമോ? വെട്ടിക്കോലെ കണ്ടുള്ള അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ്. അങ്ങനെയുള്ള ചില സാർമാരെയൊക്കെ എനിക്കറിയാം. പക്ഷെ നീ ഇതിനകത്ത് നല്ല അഗ്രഗണ്യനായ, നിന്റെ സാറിന്റെ പേര് ഒരിക്കൽ കൂടെ പറഞ്ഞു. ധനരാജ് സാറെ, ഇവനെ നല്ലൊരു പടം വരപ്പുകാരനാക്കി മാറ്റണം. ഇവന് അത്തരത്തിലുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മേടിച്ചു കൊടുക്കാം. അപ്പൊ അവൻ എന്നെ വന്ന് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അവന്റെ ടാക്ടിക്സ് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇനി സാറ് പഠിപ്പിച്ചു വിടുന്നയാണോ ഈ അടവെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ധനരാജ് സാറിന് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ പറയുന്നു. അപ്പൊ എന്റെ നാട്ടില് നീയും നല്ല ഒരു ഡ്രോയർ ആയിട്ട് കേരളത്തിൽ അറിയപ്പെടട്ടെ. തരത്തിന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് അല്ലെ ഒരു മോട്ടിവേഷൻ. നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്ന ഒരാളാണ്, എനിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടു. താല്പര്യമുള്ളവരോടൊക്കെ നമുക്ക് കുറെ കണ്ടന്റ് അറിയാം, സോഷ്യൽ പരമായിട്ടുള്ള കാര്യം. ഒരു ആൻസർ പ്രാക്ടീസ് ചെയ്യാൻ
അതാണ് മുമ്പേ പറഞ്ഞത്, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അപ്പൊ ഈ ചിത്രരചനയെ കൂടെ കിട്ടുന്ന ഒരു ശീലം പറഞ്ഞു. സമാധാനം കിട്ടും. വെരി ഗുഡ്. ശാന്തിയോടെ ചെയ്യണം. ശാന്തിയുടെ മനസ്സ് ചുമ്മാ കലുഷിതമായവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റും. താങ്ക് യു. പപ്പേനൊക്കെ വെച്ചിട്ടുണ്ട്, പപ്പേനെ അമ്മേനെ നീ അവരെ ഷെയ്ഡിങ് ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പറഞ്ഞു കൊടുക്കുവോ? ഓക്കെ, അവരൊരു പടം വരച്ച് വെക്കട്ടെ, വെച്ചിട്ട് അതിന്റെ ഷെയ്ഡിങ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഓക്കെ, താങ്ക് യു.